നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിന് എന്നാ പൂവമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രയൊക്കെ പോരെന്റെ ശുഭേട്ടാ. അത് പോരെന്നാ, ഒരു അന്യ സംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങള്. ഓ എന്റെ അമ്മോ. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെയും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശിബുവേട്ട ഒരു വക നടക്കത്തില്ല. സത്യം. ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ല. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പല്ലേ. ആന്റപ്പാ, ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന അടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കണം. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരിയാ, ആശാന്റെ പുതിയ ആഹ്വാനം തന്നെ. എടാ, വന്നിട്ടിപ്പോ ഇത്ര ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേന്നെ, അതിനിടയിൽ ചെറിയൊരു ഭിത്തി. എന്തോ അല്ല, ഞങ്ങള് വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുതാ. അല്ല, നമ്മൾ ഇത്രയും മർമ്മപ്രധാന ഒരു കാര്യം ചർച്ച ചെയ്യുമ്പോ ഇയാൾ അവിടെ നോക്കിക്കുവാ. ശരിയാണല്ലോ. അവൻ ഇവിടെ എങ്ങും അല്ല, പുതിയ ലൈൻ വീണിരിക്കല്ലേ നമ്മുടെ ട്യൂഷൻ ടീച്ചർ. അവൾ ഒരു ചെറുക്കന്റെ കയ്യില് ഫോട്ടോ ഒക്കെ കൊടുത്തു വിട്ടു. എന്നതായാലും ഫോട്ടോ കൈ കിട്ടി. പിന്നെ ഇവൻ ഫുൾ ടൈം ട്യൂഷൻ ക്ലാസ്സിലാ. എന്താ ട്യൂഷൻ ക്ലാസ്സിൽ നീ എന്താ ബയോളജി പഠിക്കേ? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്ത് ഓർക്കണം. അവളെ പറ്റിയല്ല, അവളുടെ ബാപ്പാനെ പറ്റി. അയാളെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കത്തിയെടുക്കേണ്ട ടീമാന്ന് ഞാൻ അറിഞ്ഞത്. വെറുതെ അയാളുടെ കൈക്ക് പണി ഉണ്ടാക്കല്ലേട്ടാ. ഇവന്റെ ട്യൂഷൻ ടീച്ചർ പറഞ്ഞിരുന്നില്ല, അതിനുമ്പ് ആളെത്തിയല്ല. എടാ സിബിച്ച, ദേടാ അവള് പറ്റടാ. ഇവക്ക് മുടിഞ്ഞ ആയിസാട്ടോ, ഉടനെ കണ്ട് ഇപ്പൊ ഇടിക്കല. അല്ല, ഇതാര് സാജിത കുട്ടിയാ? കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കോളേജിൽ പോക്കും പിള്ളേരെ പഠിപ്പിക്കലൊക്കെ എങ്ങനെ പോണ്? നന്നായി പോകുന്നു. ഇത് ഉമ്മച്ചിയുടെ പാവാടിയാ, കുറച്ചിറക്കം കുറയ്ക്കണം. അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതിലല്ലേ ഷിബുച്ചേട്ടൻ ഇവിടെ ഉള്ളത്. എപ്പോ കിട്ടും? നാളെ വന്നോ? ശരി. എന്നടാ ചേട്ടാ, ഞാനിപ്പോ വരാട്ടോ. നീ എവിടെ പോണ്? ഇപ്പൊ വരാന്ന്. മനസ്സിലായി, എനിക്കും മനസ്സിലായി. എടാ ആന്റപ്പ, ആ ഹിന്ദിക്കാരനും ഭാര്യ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കണ്ടാ. എന്റെ അമ്മോ, എന്ത് സാധനോടാ അത്? മിക്കവാറും ഇവിടെ വന്ന ഒരു ബ്ലൗസിന് അളവെടുക്കാൻ സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്ലൗസ് എന്താടാ നാട്ടുകാർ ഇവിടെ വന്ന് എടുക്കണില്ല, പിന്നെ ബംഗാളികൾ. അത്ര ഇങ്ങനെ ആലോചിച്ച് കൂട്ടണ്ട. അല്ല, ഇത് ആരൊക്കെ വന്നേക്കണത്? ഭായി ഒരു ബഹനോ മേരെ തയ്യൽ കടയിലേക്ക് ആവോനാ. ആകെ ഒരു ഹിന്ദി വാക്ക് അറിയാമുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അതാ ഇഷ്ടം. സമാധാനായി. അല്ല, വന്ന കാര്യം എന്താ? ഒരു തയ്യൽ പണിയുണ്ട്. അതാണല്ലോ എന്റെ പണി. എന്താ തയ്ക്കണ്ടേന്ന് പറ. ഇവൾക്കൊരു ബ്ലൗസ് വേണം. അതിനെന്താ അളവ് ബ്ലൗസും തുണിയും എടുത്തോ? ব্লাউজ হবে নতুন মাপে। ഞാനങ്ങനെ പേയായിട്ടൊന്നും കട്ടിയല്ല. കട്ടിനെ കറക്റ്റായിട്ട് ഞാൻ കട്ടിയുള്ളൂ. അളവെടുക്കണ്ടാ പറഞ്ഞു. എന്നാന്ന്? പുതിയ അളവെടുക്കണം. তুমি এখানে শেষ করে বাড়ি যাও, আমি বাজার থেকে আসছি। না ശരി. ഷിബു, ഇത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷം നിന്റെ അസുദിനമെത്തി. ഷിബു, ചെന്നളവെടുക്ക്. എന്താ നിൽക്കുന്നേ? പോയി അളവെടുക്ക്. മുഴക്കോലെടുക്ക്, മുഴക്കോലെടുക്ക്. മുഴക്കോൽ എന്തിനാ? അളവെടുക്കാനാന്ന്. ടേപ്പ് കൊണ്ടല്ലേ അളവെടുക്കാറ്? എന്നാ ടേപ്പ് എടുക്ക്. ടേപ്പല്ലേ തോളത്തെടുക്കുന്നേ? പോയിട്ടാ.
സാരി ഒന്ന് മാറ്റണം. এই মডেলটা ঠিক ഓ. ഏ? ആ. ഓ, ഫുൾ കൈ ഷർട്ടാണ് തയ്ക്കേണ്ടത്. സിബ് എന്റെ തയ്യൽ പരമ്പര ദൈവങ്ങളെ, എന്നെ തയ്യൽ പിടിപ്പിച്ച് ജോളിച്ചേട്ടാ ശക്തി തരൂ. എന്നാ ഇതറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ആ ടേപ്പിംഗ് എഴുത്. ഏ? ബുക്ക് എടുത്ത് എഴുതാൻ. ആഹാ. ഒയ്യോ. 17 എഴുത്. ആ. ഒയ്യോ. 37. ആഹാ. 30. 11. 9. ആ ചേച്ചി നോക്കോ, നാളെ തന്നേക്കാം. 5. നിന്ന് ചെല്ല്. എന്റെ പൊന്നു ബ്ലൗസ്. സെന്റിമെന്റ്സ് അതും എന്റെ അടുത്ത്. ഞാൻ പോട്ടെ മുതലാളി. ഹൈ, നിനക്ക് ഇവിടെ കിടന്നൂടാ കന്നാലി. നീ എന്തുകൊണ്ടാണ് ഇപ്പൊ പാതിരാത്രി വീട്ടിലേക്ക് പോണേ? അത് വേണ്ട മുതലാളി, ഉറങ്ങി എഴുന്നേക്കുമ്പോ ചിലപ്പോ കിഡ്നി ഒന്നും കണ്ടു വരില്ല. അപ്പൊ നിനക്ക് എന്നെ തീരെ വിശ്വാസം ഇല്ലേ? സത്യം പറഞ്ഞാ അതില്ല. എന്തുട്ടാടാ നിനക്കൊരു ആക്കിയ ചിരി? അല്ല, കർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കർത്താവിന്റെ കിഡ്നി വരെ മുതലാളി അടിച്ചു മാറ്റി വിറ്റേനെ. ഇതാ ഇപ്പൊ നന്നായത്. എടാ, രണ്ടുള്ളവൻ ഒന്നും മറ്റുള്ളവന് കൊടുക്കാൻ പറഞ്ഞതും ഈ കർത്താവ് കടി തന്നെ. എന്റെ കർത്താവേ, ഈ പിശാചിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അതെ, നീ ഷോപ്പിൽ തന്നെ ഉണ്ടാവണം കേട്ടാ. പെണ്ണുങ്ങളുടെ വായ നോക്കാനൊന്നും പോരുന്നിട്ടാ. പിന്നെ കാർ മൊത്തം കഴുകിയിട്ടേക്കണം. അപ്പൊ ചെല്ലു വിട്ടാ. ശരി, ഓക്കെ. ആ അച്ചായോ, കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. എന്താ കച്ചവടം മോശമാണോ? നമ്മുടെ നാട്ടില് ദാരിദ്ര്യമുള്ള കാലം വരെ കച്ചവടത്തിന് ഒരു മുട്ടുണ്ടാവില്ല ഇഷ്ടാ. പിന്നെ നൂലാമാലകളൊക്കെ കഴിച്ചു വരുമ്പോ ലക്ഷ ടൈം എടുക്കും. ചൂണ്ടയിൽ പണം കൊളുത്തി അങ്ങോട്ട് ഇട്ടാ കിഡ്നി അല്ല എന്ത് വിൽക്കാനും ഗഡികൾ ക്യൂവാ. എന്നാലും കച്ചവടം നടക്കാൻ ലേശം കഷ്ടപ്പാടുണ്ട്. എന്നാലും ഞങ്ങൾ ഈ തീയും പുകയും കൊണ്ട് ഉണ്ടാക്കുന്നതിന് ഒരു അളവുണ്ടല്ലോ അച്ചായ. ഇതിന് വല്ല അളവ് കൊണ്ടോ? എന്തുട്രാ സുഖം തന്നെയല്ലേ? ഓ, അങ്ങനെ പോകുന്നു. വരുന്ന 16-ാം തീയതി നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നീ തന്നെ അവരൊന്ന് മാനേജ് ചെയ്തേക്കണം. ഓ ശരി. എന്നാ ഗഡി വിട്ടോ. ഓക്കെ സാർ. അപ്പൊ പതിവ് പോലെ വരുന്നവർക്കെല്ലാം ആന്റണി സ്പെഷ്യൽ ബിരിയാണി. അതങ്ങോട്ട് പെടച്ചോ. എത്ര പേരുണ്ടാവും ഞാനാ വിളിച്ചു പറഞ്ഞോളാം. ആയിക്കോട്ടെ. എന്നാ അടുത്ത മീറ്റ് 16-ന്. ഓക്കെ. എത്ര സ്റ്റിച്ചണ്ടാ? 2. അല്ല, നിങ്ങൾ എന്തിനാണ് അന്നേരം തല പുറത്തേക്കിട്ട് നോക്കാൻ പോയത്? ഓടുന്ന വണ്ടിയിലിരുന്ന് കൈയും തലയും പുറത്തിടരുന്ന് നിയമമുള്ളല്ലേ? അതൊന്നും അല്ലടാ. 2 സ്റ്റിച്ചറിനൊന്നും ഇവന്റെ തലക്ക് യോഗം ഉണ്ടെങ്കിൽ ഏണി വെച്ച് കയറി ആ ഇഷ്ടി അവൻ ഹെഡ് ചെയ്തു. പിന്നെ പ്രേമത്തിന് വേണ്ടി ചോര ചെയ്യുക എന്നൊക്കെ പറഞ്ഞ എന്റെ ജോപ്പാ. ശുദ്ധ മണ്ടത്തിലോ അത്. ജീവിതം നിന്നെ അത് പഠിപ്പിക്കും. ഈ ഞാനും ഒത്തിരി ചോര ചെയ്യുന്നിട്ടുള്ളവനാ, അറിയാമോ? പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കൂടെ പഠിച്ചൊരു സരളയുണ്ട്. എന്താ അവളുടെ ഒരു സൗന്ദര്യം. ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു, സരളെ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നോട്ടെ എന്ന് ചോദിച്ചു. അവൾ അപ്പൊ തന്നെ തന്നു. ഉമ്മയല്ല, ചെരുപ്പൂരി മുഖം പൊത്തിരി ഒറ്റ അടി. ചോര ചീന്തുവല്ലായിരുന്നു, മൂക്കി കൂടി ചീറ്റുമായിരുന്നു. അധികം ചിരിക്കണ്ട, ചിച്ചു പൊട്ടും. ഇത് അതുപോലെ നല്ലെന്നേ. അവൾ ഇതിനൊന്നും കുറ്റം പറയാൻ പറ്റിയല്ല. ഒരു കാപ്പി കളർ ചുരിദാറിട്ട പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളായിട്ട് തോന്നി, അത്രേ ഉള്ളൂ. അതെ, അവളെ കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിൽ നമ്മൾ ആരെ വിചാരിക്കുന്നുവോ കാണുന്നവരെല്ലാം നമുക്ക് അതായിട്ട് തോന്നും. അപ്പൊ നിന്നെയും കുറ്റം പറയാൻ പറ്റില്ല.
പിന്നെ ഊരും പേരും അറിയാത്ത പെണ്ണിനും തപ്പി പോയില്ലേ? നീയും ആ പൊട്ടന്മാരും കൂടി പോയതിന് തെറ്റെന്ന് പറയാനേ പറ്റില്ല. ചെറിയൊരു കുത്തിക്കൊഴുപ്പ് എന്ന് വേണേ പറയാം, അത്രേ ഉള്ളൂ. കാശിന്റെ ലോട്ടറി എടുത്തോ, സമയം ബെസ്റ്റാ. 15 കടവ് കോളിനി ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞാ ഓ ഒരൊന്നൊന്നര ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞ ഇവന്മാർക്കിട്ട് ഒരെണ്ണം കിട്ടിയാലും തരക്കേടില്ലെന്നാ. ഈ ഇവന്മാരുടെ പ്രേമം ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഒരുത്തൻ 10 പാസ്സായിട്ടില്ല, അവൻ പ്രേമിക്കണതേ 10ാം ക്ലാസ്സുകാരെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ. അതും വേറെ ജാതി. വേറൊരുത്തൻ പ്രേമിക്കണത് ഏതും പോരാത്തൊരു പാസ്റ്ററുടെ മകളാ. അവള് പഠിക്കണതേ ഡിഗ്രിക്ക്. അവൻ ഡിഗ്രി എഴുതണമെങ്കിൽ 2 പേരോടെങ്കിലും ചോദിക്കണം. പിന്നെ ഇവന്റെ കാര്യം കണ്ടില്ലേ, ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, ഊര് പേര് അഡ്രസ് ഒന്നും അറിയില്ല. ആകെ കൂടി പരിചയം ഇവനുണ്ടാക്കുന്ന വൃത്തികെട്ട പൊറോട്ട തിന്നാൻ വല്ലപ്പോഴും ആ കടയിലൊന്നും വരും. ഇതൊന്നും ശരിയാവത്തില്ല. ഇപ്പൊ ഇവന് കിട്ടും, ഇനി അവന്മാർക്കിട്ടും കിട്ടും, ഉറപ്പാ. അല്ല ഇതാര് ഗീതാന്റിയാ? കഴിഞ്ഞ പ്രാവശ്യം ചേട്ടന്റെ പാന്റിന്റെ മൂട് കയറിയപ്പോ വന്നിട്ട് പോയതാ, പിന്നെ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇപ്പൊ തയ്പ്പീരൊക്കെ കുറവാ, എല്ലാവർക്കും റെഡിമെയ്ഡ് മതിയെന്നേ. അതാ. എന്ത് റെഡിമെയ്ഡ്? അവനവന്റെ അളവിനും പാകത്തിനും തയ്ച്ചിരുന്ന സുഖം കിട്ടുവാ ഈ റെഡിമെയ്ഡിന്? അതില്ല, ചുമ്മാ ജാടാ. ഓ പിന്നെ സാരി തന്നെ ഉടുത്ത് ഞാനങ്ങ് മടുത്തു. ഇനി ചുരിദാറിലേക്ക് മാറിയാലോ എന്ന് ആലോചിക്കുക. ചതിക്കരുത്. സാരി സാരി മതി. നല്ല സെറ്റ് സാരിയെ കൊടുത്ത് ഞാൻ തയ്ക്കുന്ന ഫ്രണ്ടൊക്കെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട്, ബാക്കൊക്കെ നല്ല ഇറക്കി വെട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ട് ആന്റി അങ്ങ് നിന്ന എന്റെ പൊന്നോ നല്ല ലക്ഷണോ പിടിയാനെ നിക്കണ പോലല്ലേ. ഓ ചേട്ടന് ഞാൻ ചുരിദാർ ഇടുന്നതാ ഇഷ്ടം. ചിലരങ്ങനെ തിന്നുമില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കയില്ല. പിന്നെ ഷിബുവേ, ഞാൻ പുതിയൊരു അടിപ്പാവാട വാങ്ങി. അതിന് ഇച്ചിരി ഇറക്ക കൂടുതലാ. 2 ഇഞ്ച് ഒന്ന് മടക്കി അടിച്ചേക്കാം. പിന്നെന്താ ആന്റി നാളെ ഇങ്ങ് പോര്. എന്നാ പോട്ടെ. പിന്നെ പുതിയ സാരി എടുക്കുമ്പോഴത്തേക്ക് ബ്ലൗസ് ഈ സ്പെഷ്യലിസ്റ്റിന് തന്നെ തന്നെ. കാരണം ഞാൻ കുറച്ച് പുതിയ മോഡൽസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുതിയ ആൾ എടുത്ത് തയ്ക്കാന്നേ. പിന്നെന്താ, എന്നാ വരട്ടെ. അടിച്ചു കൊറ. ആ തള്ള പഠിച്ച കള്ളിയാ. ഇനി അവരോട് വന്നെങ്കിലേ അവരുടെ ഭർത്താവിന്റെ പാന്റിന്റെ മൂട് കീറണം, അല്ലെങ്കിൽ അവര് പുതിയ അടിപ്പാവാട മേടിക്കണം. നോക്കിക്കാ തയ്ക്കടാ. എനിക്ക്